നമസ്കാരം. ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിന്റെ നിർമ്മാണ കാർഷിക മേഖലയുടെ ഒഴിച്ചുകൂടാനാവാത്ത അടിത്തറയായി മാറി. അങ്ങനെ ഇവിടേക്ക് വന്ന കൊച്ചു കുടുംബത്തിന്റെ ദുരവസ്ഥ. അങ്ങനെ ഒരു ദിവസം കേരളത്തെ നടിച്ചുകൊണ്ട് ആ ദുരിതം അരങ്ങേറി. ഏവർക്കും എന്റെ ഏക അഭിനയത്തിലേക്ക് സ്വാഗതം. എന്തിനേ ക്രൂരത? നന്ദിനി കരുട് എന്നെ കൊണ്ട് എന്തോ പോച്ച്. നന്ദിനി മോളെ നന്ദിനി നന്ദിനി എന്ത് പറ്റി കുണി? നോക്കിട്ട് വരാം. നന്ദിനി മോളെ നന്ദിനി നന്ദിനി ആ നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല അവൾക്ക് എന്താ പറ്റില്ല. അവിടെ എന്റെ ശബ്ദം കേട്ട് അപ്പൊ ഓടുന്നു. അവൾക്ക് എന്താ പറ്റുന്നുണ്ട്? നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോലീസിൽ പറഞ്ഞുതരാം. ആരാണോ എന്ത് പറ്റി? സാറേ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്ത് കുഞ്ഞിനെ കാണുന്നില്ല? എന്ത് പറ്റി സാറേ? ഞങ്ങൾ നേരത്തെ വരുമ്പോ കുഞ്ഞിനെ കാണുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടേ? കുഞ്ഞിനെ ടീച്ചേഴ്സ് തരും, ഞങ്ങൾ അന്വേഷിക്കാം. വളരെ ഉപകാരം സാർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരോ മാറ്റം മാറിക്കണം. കേട്ടോ ആ ശരണനില്ലേ കളന്നിരുമാളെ കൊണ്ടുപോകുന്നു. ശരിയാ, ഇപ്പത്തെ ആരും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമസ്കാരം. കേരളത്തിൽ നടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊലപാതകം. വെറും 5 വയസ്സുള്ള പിഞ്ചു ബാലിക നന്ദിനി എന്ന പിഞ്ചു ബാലിക അതിദാരുണമായി കൊലപ്പെട്ടിരിക്കുന്നു. എത്ര വേഗം പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ തുടങ്ങും. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോടതി പരിസരത്താണ്. നന്ദിനി വധക്കേസ് വിധിയേറുന്ന ദിവസം ആളുകളെല്ലാം ആകെ ആഘോഷിക്കുന്നു. നന്ദിനിക്ക് നീതി വേണം, നന്ദിനിക്ക് നീതി വേണം. നമ്മളുടെ ഒപ്പം നിന്ന് നന്ദിനി അടച്ചു